തുടങ്ങിയത് നമുക്ക് ഇവരോട് ചോദിച്ചു കൊടുക്കാം. രാവിലെ കയറി തുടങ്ങിയില്ലേ? ഇന്നലെ വൈകിട്ടേന് വെള്ളമായിരുന്നു. രാവിലെ 5:30 തൊട്ട് നമ്മൾ ആൾക്കാരെ മാറ്റാൻ തുടങ്ങിയായിരുന്നു. നമ്മളിപ്പം ഒരുപാട് പേര് വെള്ളം കേരളത്തിലൊന്ന് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ രാത്രി വിളിച്ചപ്പോൾ തന്നെ NDRFിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2-3 വെള്ളം. NDRF ഇപ്പോഴാണോ വന്നത്? അതോ NDRF ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ ഒരെണ്ണമുള്ള, ഇന്നിപ്പോൾ 4-5 രാവിലെ വന്നു. ഇവിടെ ഈ എത്ര ബോട്ടുകളുണ്ട് അപ്പോൾ അവരിപ്പോൾ 5 ഉണ്ട്. NDRFിന് 5 ഉണ്ട്. പലയിടത്തും ഈ ആളുകൾ ഇനിയും മാറേണ്ടവരായിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം സേവാഭാരതിയുടെ ഇതുണ്ടായിരുന്നു, ബോട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ NDRFിൻ്റെ വന്നപ്പോൾ ഒത്തിരി പേരുണ്ട്. ഈ കോളനി ഭാഗത്ത് നിന്ന് കുറച്ച് പേരെ ഇന്നലെ KSRTC കൊണ്ടുപോയി. അന്നേരം ഇവിടെ വെള്ളം അത്ര ഉണ്ടായിരുന്നില്ല. അത്ര ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതൊരു മുട്ടിന് താഴെയുള്ളായിരുന്നു. ഇപ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും വെള്ളം കൂടുതലാണ്. പക്ഷെ അവരോട് മാറാൻ പറഞ്ഞിട്ട് കുറച്ച് പേര് മാറിയില്ല. അവരെ പക്ഷേ ഇന്ന് കാത്തിരിക്കൂല്ലേ? അതെ, വെള്ളം കയറുന്ന പ്രതീക്ഷിച്ചില്ല. ഏകദേശം 2018 പ്രളയത്തിന്റെ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ആ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം ഇപ്പോഴും കുറെ വേറെ ഫയർഫോഴ്സോ അങ്ങനെ വേറെ ടീമുകളുണ്ടോ? ഇവിടെ NDRF വന്നിട്ടുണ്ട്, ഫയർഫോഴ്സും വന്നിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഒരെണ്ണം മറ്റേ കണ്ടുള്ളൂ. പക്ഷെ NDRFിന്റെ 3-4 വന്നിട്ടുണ്ട്. അവരുണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെ കൂടെ സ്ഥലം കാണിക്കാനായിട്ടേ ഞങ്ങൾ തന്നെ പോയിട്ടുണ്ട്. എന്തായാലും അതാണ് സാഹചര്യം. പല സന്നദ്ധ സംഘടനകൾ, ഇവർ സേവാഭാരതിയുടെ പ്രവർത്തകരാണ് കണ്ടവർ. അവരും ഇങ്ങനെ NDRFിനെ സഹായിക്കുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. നേരത്തെ കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ അവിടെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പോകുന്നത് കണ്ടു. അങ്ങനെ ഓരോ ഇടത്തും പല സംഘങ്ങൾ ചേർന്ന്, അല്ലെങ്കിൽ പല സന്നദ്ധ സംഘടനകൾ, നമുക്കറിയാം നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ, അങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങിയാണ് ഈ ഒരു പ്രതിസന്ധി, പെട്ടെന്ന് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറികടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരേന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചിലയിടങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേച്ചി, ഇപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇപ്പം മാറുന്നതാണോ അതോ നേരത്തെ മാറിയിരുന്നോ? വീട്ടിലെ വെള്ളത്തിലാണ്. ഇതുവരെ കേറിയിട്ടില്ല. ഇങ്ങനെ പല സാഹചര്യങ്ങളാണുള്ളത്. എന്തായാലും യുവാക്കളും ചെറുപ്പക്കാരും അങ്ങനെ സന്നദ്ധ സംഘടനകളും എല്ലാം കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണുള്ളത്. ആവശ്യത്തിന് വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഒക്കെയായി പ്രവർത്തനം തുടരുകയാണ്. എന്തായാലും കോട്ടയത്തിൻ്റെ ഒരു പൊതു സാഹചര്യം ഇതുതന്നെയാണ് സജിത്ത്. കോട്ടയത്തിൻ്റെ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയും കിഴക്കൻ മേഖലയും എന്നൊന്നുമില്ല. ചുറ്റിലും ഏതാണ്ട് എല്ലാം വെള്ളമാണ്. ആശ്വാസം ഈ പാല പോലുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ലൈവിന് നിൽക്കുന്ന സമയത്ത് ചെറിയ ചാറ്റലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറി സൂര്യൻ ഏതാണ്ട് പൂർണ്ണമായും ഉദിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴും ആശങ്ക വിട്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ പകൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കിഴക്കൻ മേഖലകളിൽ ഇന്നലെ ശക്തമായ മഴ പെയ്തത്. ഇന്ന് അതേ സാഹചര്യമാണോ എന്ന് വ്യക്തമല്ല. ഇന്നലെ പ്രവചിച്ചിരുന്നത് ഇന്ന് യെല്ലോ അലർട്ട് ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ അത് പ്രവചനം മാറുന്നു, ഓറഞ്ച് അലർട്ടായി മാറുന്നു. നാളത്തേക്ക് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്ന യെല്ലോ അലർട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അലർട്ടുകൾ മാറുന്നു. ഇപ്പം നാളെ എന്ത് എന്ന് ഫലത്തിൽ പ്രവചിക്കാൻ കഴിയാത്ത നിലയിലാണ് സാഹചര്യം എന്നതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കോട്ടയത്തിൻ്റെ ഏതാണ്ട് പല മേഖലകൾ, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാകുന്നു, വെള്ളത്തിൽ തന്നെ തുടരുന്നു. ഇപ്പോൾ ഇറഞ്ഞാൽ എന്നുള്ള കാഴ്ചകളാണ് ഈ കണ്ടത്. സജിത്ത്. ശ്രീജിത്താണ് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയുടെ യഥാർത്ഥ ചിത്രം പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം, മാധ്യമപ്രവർത്തകർ, നമ്മൾ പല മേഖലകളിലെ വെല്ലുവിളി പറയുമ്പോഴും മാധ്യമപ്രവർത്തക രീതിയിൽ ഞങ്ങളും ഈ ദുരന്ത മേഖലകളിലേക്ക്, വെള്ളക്കെട്ടിൻ്റെ ഇടയിലേക്ക് റിപ്പോർട്ടിങ്ങിനെത്തുക വലിയ വെല്ലുവിളിയും പ്രതിസന്ധികളുമുണ്ട്. ശ്രീജിത്ത് ഒറ്റയ്ക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് കോട്ടയത്തിൻ്റെ ഈ പ്രളയ കാഴ്ചകൾ എത്തിക്കുകയാണ്. ശ്രീജിത്ത്, ഈ പടിഞ്ഞാറൻ മേഖലകളുടെ ഒരു പൊതുസ്ഥിതി ഇതുതന്നെയാണോ കോട്ടയത്തിൻ്റേത്? കാരണം സംസാരിച്ച പലരും പല സഹായങ്ങളും എത്തിയിട്ടില്ലാത്ത പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സംവിധാനം ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ എല്ലാം ഭദ്രമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സാഹചര്യം അതല്ല എന്നും വേണോ കരുതാൻ? സജിത്ത്, ഏതാണ്ട് സഹായങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പൊതുവിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ പരാതികൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ഇതാ വീണ്ടും ഇതേ സ്ഥലത്ത് നിന്ന് NDRF ടീം വീണ്ടും ആളുകളെ കയറ്റാൻ പോകുന്ന കാഴ്ചയാണുള്ളത്. അതായത് ഇപ്പോൾ നോക്കൂ, ഈ ആളുകൾ പറഞ്ഞത്, ഇപ്പം നേരത്തെ സേവാഭാരതിയുടെ അദ്ദേഹം പറഞ്ഞതും ചില ചേച്ചിമാർ നമ്മളോട് പ്രതികരിച്ച് എല്ലാം ചൂണ്ടിക്കാണിച്ച് ഇന്നലെ വൈകിട്ടേ വെള്ളം കയറാൻ തുടങ്ങി. പക്ഷേ ഈ വെള്ളം കയറുമോ ഇറങ്ങുമോ, അല്ലെങ്കിൽ ഇനിയും കയറുമോ, ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ, അങ്ങ് വെള്ളം ഇറങ്ങി പോകില്ലേ, ഇങ്ങനെയുള്ള പല ചിന്തകൾ ആളുകളെ സംബന്ധിച്ച് ഉണ്ട്
എന്നുള്ളതാണ്. പലപ്പോഴും അതുകൊണ്ടാണ് വൈകിയാണ് മലയാളി ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒന്നും മാറി താമസിക്കുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത്. വീട് വിട്ട് മാറാനുള്ള ഒരു വലിയ മാനസിക ബുദ്ധിമുട്ട് ആളുകളെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതുതന്നെയാണ് ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. നിലവിൽ എന്തായാലും ഈ ആളുകളിൽ നമ്മൾ ഈ 2018 ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത പറയുമ്പോൾ അതൊരു പരിപൂർണമായും ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു പലയിടത്തും. കാരണം വീടിൻ്റെ ആദ്യ നില മുങ്ങി. ഇപ്പോൾ 2018 ആളുകൾ പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 2018 പോകുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമല്ല. ഈ പല റോഡുകളിലും വെള്ളം കൂടുതലായി പുതുതായിട്ടൊക്കെ കയറുന്നുണ്ട്. അത് ഈ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തോടുകളും ചാലുകളുമൊക്കെ അടഞ്ഞു പോകുന്നത്, പാടങ്ങൾ ഇല്ലാതാകുന്നത്, ഇതൊക്കെ കൂടിക്കൂടി വരികയാണ് ഓരോ വർഷം കഴിയുന്തോറും. അതിനൊന്നും ഒരു കുറവ് വരുന്നില്ല. അങ്ങനെ പുതിയ റോഡുകൾ, പുതിയ പാലങ്ങളൊക്കെ അല്ലെങ്കിൽ പുതിയ ഇടങ്ങളിലേക്ക് വെള്ളം കയറി വരുന്ന സാഹചര്യം ഉണ്ട്. പക്ഷെ ചിലയിടങ്ങളിലെങ്കിലും റോഡ് ഉയർത്തിയിട്ടുണ്ട്. ഈ റോഡ് ഞാൻ 2018 ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയത്ത് അന്ന് ഉള്ളതിനേക്കാൾ ഒരുപാട് വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. റോഡ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ വെള്ളത്തിൻ്റെ വരവിന് അങ്ങനെ കാര്യമായ കുറവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ കൂടിയൊക്കെ ആളുകൾ മണ്ണ് വാരണമെന്ന് പറയുന്നു. പക്ഷേ മണ്ണ് വാരിയാലുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. പിന്നീട് ഈ വെള്ളപ്പൊക്കം ഉള്ളത് 1-2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമാണ്. ബാക്കിയുള്ള മുഴുവൻ സമയത്ത് എങ്ങനെയാണ് ഈ നീരുറവകൾ താഴേക്ക് പോവുകയും കിണറുകളിൽ വെള്ളമില്ലാതാകുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് സങ്കീർണമായി കിടക്കുകയാണ്. ആളുകളുടെ മനോഭാവത്തിൽ പലപ്പോഴും കുറച്ചുകൂടി കാത്തിരിക്കുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും ഉണ്ട്. ഇപ്പം മലയോര മേഖലയിൽ നിന്നൊക്കെ പലപ്പോഴും ഇപ്പോൾ ഈ പൂഞ്ഞാറുണ്ടായ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പ്രതീക്ഷിച്ച ദിവസം പോലും അല്ല, അലർട്ട് പോലും ഇല്ലാത്ത സമയത്തുണ്ടാകുന്ന മിന്നൽ പ്രളയങ്ങളും മണ്ണിടിച്ചിലുമൊക്കെയാണ് ആ മനുഷ്യരുടെയൊക്കെ ജീവിതം കവരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ അലർട്ട് സംവിധാനം കൃത്യമാണോ, അത് സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടോ, പക്ഷേ അലർട്ടിന് പരിമിതികളുണ്ടോ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട്. എന്തായാലും എല്ലാ വർഷവും ഈ ഒരു വലിയ ദുരിതം പോലെ ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ മനുഷ്യരുടെ ജീവിതമാകെ പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ആളുകൾ പലയിടത്തും വീടുകൾ കൂടുതൽ പൊക്കി വെക്കുകയൊക്കെ ചെയ്യുന്ന നിലയുണ്ട്. പുതിയ നിർമ്മാണങ്ങളൊക്കെ ഒരല്പം പില്ലറിലൊക്കെ തീർത്തുകൊണ്ട് മാറുന്ന നിലയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരുപാട് പുതിയ വീടുകൾ വരുന്നു അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങൾ മാറുന്നു. അതിനനുസരിച്ച് ആളുകളുടെ ദുരിതം തുടരുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. അതുതന്നെയാണ് ഈ കോട്ടയത്ത് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വ്യാപകമായ പരാതികൾ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ രാവിലെ കുറച്ച് മുമ്പ് പറഞ്ഞ ചേച്ചി അവർ കാത്തിരുന്നു, 3 മണിക്കൂർ കാത്തിരുന്നു, പക്ഷേ ഒന്നും വന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രദേശമാകെ ഏതാണ്ട് എല്ലാ വീടുകളിലും വെള്ളമാണ്. ഇതിപ്പോൾ റോഡ് സൈഡിലുള്ള കാഴ്ചയാണ്. നമുക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബോട്ടുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. അവിടെയും എല്ലാം, അതായത് എല്ലാ വീടുകളിലുമുള്ള ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക താമസം എന്നുള്ള നിലയിലാണ് ഫലത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കുക. പക്ഷേ ഈ അപകടകരമായി ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്നത് മൂലം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒന്നും ഫലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആളുകൾ കാത്തിരിക്കുന്നു, വീണ്ടും വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയാണ്. അതൊരു ദുരിതമായി ആളുകൾക്ക് മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് പകരം സംവിധാനങ്ങൾ ഒരുപക്ഷെ ബന്ധുവീടുകൾ, പലർക്കും ക്യാമ്പിലേക്കൊക്കെ മാറാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇത് പുതിയ കെട്ടിടമാണ്, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ല. പക്ഷെ ഇത് ഒരല്പം പൊക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആളുകൾ അങ്ങ് ദൂരേന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് നേരെ പാലയിലേക്ക് വരെ പോകാവുന്ന റോഡാണ് എന്നുള്ളതാണ്. ഇവിടെ അത്രയധികം ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ കിഴക്കുന്നൊക്കെ വെള്ളം കുറയുന്ന സാഹചര്യമുണ്ട്. അത് ഒരുപക്ഷെ അതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും. ചേട്ടാ, കുറച്ച് അപ്പുറത്തുനിന്നാണ്, എവിടുന്ന് വരെ എത്ര ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ 1 കിലോമീറ്റർ. ഇത് വർഷങ്ങൾക്ക് ശേഷം റോഡ് പൊക്കിയിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങുന്നത്. റോഡ് പൊക്കിയ ശേഷം ആദ്യമായിട്ടാണ് കയറുന്നത് അല്ലേ? ഇങ്ങനെ വെള്ളം കയറുന്ന ആദ്യമായിട്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് റോഡ് താഴ്ന്നു കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ വെള്ളം കയറിയത്. പൊക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ്. ദുരിതമായി. സ്ഥിരം വീട്ടിൽ വെള്ളം കയറാറുണ്ടോ? എല്ലാ വെള്ളത്തിലും? ഇല്ല, ഞങ്ങളുടെ റോഡിലേ കയറാറുള്ളൂ. വീട്ടിൽ കയറിയോ? ഇല്ല, വീട്ടിൽ കയറിയിട്ടില്ല. പക്ഷെ അവിടുന്ന് മാറുകയാണോ? മാറുകയല്ല. അപ്പം എൻ്റെ സിസ്റ്റർ ഫ്രണ്ട് വന്നു. അപ്പം പുള്ളിക്കാരത്തി ഒന്ന് കൊണ്ടുവിടാനായിട്ട് ഇവിടെ വന്ന് ഇതിനിടയ്ക്ക് പെട്ടുപോയതാണ്. ഇന്നലെ പുള്ളിക്കാരത്തി വന്നു. പെട്ടെന്ന് രാത്രിയിലെ വെള്ളം കയറിയത്.
ഈ പാലായിലൊക്കെ വെള്ളം ഇങ്ങോട്ട് വരുന്നത് കയറിയപ്പം പെട്ടുപോയി. അപ്പം എന്നാ എറഞ്ഞാപ്പാലം വരെ ഒന്ന് കൊണ്ടുവിടാന്ന് വെച്ച്. പെട്ടുപോയ ആള് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. ഇല്ല, പ്രതീക്ഷിച്ചില്ല. എവിടെയാ അപ്പൊ വീട്? ദേവലോകം. അപ്പൊ അവിടെ വരെ പോയാ മതി, തൊട്ടടുത്താണ്. അതെ അതെ. വീട്ടിൽ കയറിയിട്ടില്ല അല്ലേ? വീട്ടിൽ കയറാറില്ല. അപ്പൊ വീട്ടിൽ തന്നെ താമസിക്കാം, കുഴപ്പമില്ല. വീട്ടിൽ തന്നെ താമസിക്കാം. അവശ്യ സാധനങ്ങളൊക്കെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് ഉണ്ട് ഉണ്ട്. കുഴപ്പമില്ല. നമ്മൾക്കാണ് ബുദ്ധിമുട്ട്. ആളുകൾ ഈ പുതിയ മൊബൈൽ കാലത്ത് ഒരു റീല് കാണാനൊന്നും പോലും പറ്റാത്തത്, എല്ലാം വാർത്ത അറിയാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം നമ്മൾ സേവ് ചെയ്യണമല്ലോ, കറണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട്. സജിത്ത്, ഇതാണ് പല പല സാഹചര്യത്തിൽ ഉള്ള മനുഷ്യരുടെ അവസ്ഥകളാണ്. പലതരത്തിലാണ് അവരുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല, പക്ഷേ സുഹൃത്തിനെ ഒന്ന് വിടുകയാണ്. അങ്ങ് ദൂരെ നിന്ന് നമുക്ക് കാണാം ഒരു കുടുംബം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്നു വരുന്ന സ്ഥിതിയുണ്ട്. ഇപ്പുറത്ത് ചേച്ചിമാർ പോകുന്നു. ഇവിടത്തേക്കുള്ള ഒരു സാഹചര്യം വേണമെങ്കിൽ വീട്ടിലേക്ക് പോയി വരാം. പക്ഷേ പല വീട് ഈ റോഡ് സൈഡിലല്ലാതെ ഉള്ളിലിരിക്കുന്ന വീടുകളിൽ പലയിടത്തും വെള്ളം അങ്ങ് വല്ലാതെ ഉയർന്ന് കയറുകയോ അല്ലെങ്കിൽ വീടങ്ങ് മുങ്ങാവുന്ന നിലയിലേക്കൊക്കെ വെള്ളം എത്തുകയൊക്കെ ചെയ്യുന്ന വീടുകളൊക്കെ ഉണ്ട് ഈ പ്രദേശങ്ങളിൽ എന്നുള്ളതാണ്. നേരത്തെയൊക്കെ നമ്മൾ കൊശമറ്റം കോളനിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണ അവിടെയുണ്ട്. അവിടെ നിന്ന് ആളുകളെ മാറ്റുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. ഇവർ ചേട്ടാ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണോ അതോ വീട് അപ്പുറത്താണ്? അങ്ങോട്ട് കുറച്ച് പോകണം, അവിടെയൊക്കെ വെള്ളം, അതെല്ലാം വെള്ളമുണ്ട്. വീട്ടിനുള്ളിൽ കയറിയോ? വീടിൻ്റെ കയറാറായി വന്നിങ്ങനെ നിൽക്കുന്നു. വീട്ടിൽ നിന്ന് അപ്പം മാറിയോ? ഇല്ല, മാറിയില്ല, മാറണം. മാറാൻ തന്നെ പ്ലാൻ? മാറണം, മാറാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി കൂടെ വെള്ളം വന്നാൽ കയറി പോകും. പിന്നെ ആർക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. കുറേ വീടുകൾ അങ്ങനെ ഉണ്ടോ? ഒത്തിരി വീടുകളുണ്ട്. ആൾക്കാർ നിൽപ്പുണ്ട്. ഒത്തിരി ആൾക്കാർ പോകണോ വേണ്ടോ എന്നുള്ള സംശയമില്ലാതെ നിൽക്കുക. കാരണം ഇങ്ങനെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങുന്നില്ല. ശൈൽ ചേച്ചി എന്നാൽ കൂടുന്നുമുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് മഴയൊക്കെ നല്ല മഴയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി കയറി കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. വീടുകൾ മുങ്ങി നിൽക്കുന്നൊക്കെ അവസ്ഥയുള്ളതുണ്ടോ? ഒരുമാതിരി ഇല്ലാണ്ട് കയറി വരുന്നേ ലെവലായി വരുന്നുണ്ട്. മുങ്ങിയിട്ടുള്ളവിടെ ഉണ്ട്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ താഴ്ന്ന ഭാഗമുണ്ട്. ശാല അകത്തോട്ട് കയറി പോയി തന്നെ അവിടെയൊക്കെ ഒത്തിരി വീടുകൾ മുങ്ങിയിട്ടുണ്ട്. അല്ല, അവരൊക്കെ തന്നെ മാറി അങ്ങനെ അവർക്ക് പെട്ടെന്ന് കയറി ഓടാക്കും. എന്തെങ്കിലും സഹായങ്ങളോ ഈ പുറത്തേക്ക് പോകാനുള്ള ഇപ്പൊ NDRFന്റെ ഒരു ബോട്ട് കണ്ടോ? ഉണ്ട്, അങ്ങനെ വള്ളങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാവരും ആൾക്കാരുണ്ട്, എത്തുന്നുണ്ട് അവിടെ. ബുദ്ധിമുട്ടി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഒന്നും അങ്ങനെ വലിയ കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നിട്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, മാറണം വേണ്ട. അപ്പോൾ ഓരോരുത്തർ വിളിച്ചപ്പോൾ NDRF വിളിച്ചവരെല്ലാം വന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വണ്ടിയിലൊക്കെ കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടല്ലേ, വെള്ളം കയറും. അതെ, എന്നുവെച്ചാൽ അത് പെട്ടെന്ന് കയറി വന്നതാണല്ലോ. അപ്പോൾ ഇനി ഇറങ്ങി പൊക്കോളൂ എന്നുള്ള ഇതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അവിടെ മഴ മാറുന്നു. എന്നാൽ മഴക്കാറുണ്ട്, ഇപ്പോഴും നല്ല മഴക്കാറാണ്. അപ്പോൾ കിഴക്ക് നല്ല പെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടത്തേക്ക് കയറി വരികയും ചെയ്യും. സ്വന്തം വീട്ടിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞ ആളുകളെ എല്ലാവർക്കും പല പശുവിനെയും എല്ലാ മൃഗങ്ങളെയും കോഴിയും താറാവിനെയൊക്കെ വളർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇതുങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാമെന്നുള്ളൊരു ബുദ്ധിമുട്ടോടുള്ള കാര്യം. അതായി മാക്സിമം നോക്കുന്നത്, പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നിവൃത്തി ഇല്ലെങ്കിൽ പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഈ വെള്ളം ഒത്തിരി താന്ന് കിടന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ വെള്ളം വന്നേനെ. ഒത്തിരി വെള്ളം വന്നു. പക്ഷേ അതൊന്നും വേനൽക്കാലത്തെ പോലെ താന്ന് കിടക്കും. ആറ്റിലൊക്കെയാണ്, മീനച്ചിലായിട്ടൊക്കെ വെള്ളം ഒത്തിരി താന്ന് കിടക്കുമായിരുന്നു. മഴയില്ലായിരുന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിന്നത്. അല്ലെ പണ്ടേ ഇവിടെ മുങ്ങിപ്പോയി. ആ രീതി വെള്ളം 18 വെള്ളപ്പൊക്കത്തിനേക്കാളും അതിന് മുകളിലുള്ള വെള്ളമായി ഇപ്പോൾ എത്തിയേക്കാൻ സത്യം പറഞ്ഞാൽ. വെള്ളത്തിലിറങ്ങാൻ പേടിയൊന്നുമില്ലേ? അവർക്ക് സന്തോഷം. വെള്ളത്തിലിറങ്ങുന്ന ഒരു സന്തോഷമാണല്ലേ. ബാക്കിയെല്ലാം അച്ഛനൊക്കെ നോക്കിക്കോളും അല്ലേ? പേടിയില്ല അല്ലേ? ഇതൊരു പ്രാക്ടീസ് അല്ലേ, ഇങ്ങനെ നടക്കട്ടെ. പിള്ളേരെ ഇവിടെ പഠിപ്പിക്കണമല്ലോ, വെള്ളത്തിൽ ഇറക്കിക്കട്ടെ, പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. സജിത്ത്, ഇങ്ങനെയാണ് പലരോടും ആ ചേട്ടൻ തുറന്നു പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഒരു കൺഫ്യൂഷനിലാണ്. ഈ കിഴക്ക് മഴ പെയ്യുന്നുണ്ടോ, മഴ പെയ്താൽ ഒരു 5-6 മണിക്കൂറെങ്കിലും സമയം ഇവിടുന്ന് മാറാനൊക്കെ ഉള്ളത് കിട്ടും എന്നൊക്കെ ഉള്ളതാണ്. എന്തായാലും ഇതാണ് പൊതുവെ ഇവിടുത്തെ ഒരു സാഹചര്യം. ഇറഞ്ഞാൽ ഇങ്ങനെ പോയാൽ അങ്ങ് ഒരുപാട് ദൂരേക്ക് ഇത് തന്നെയാണ് സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാലാ ഈരാറ്റുപേട്ട റോഡിൽ രാവിലെ ഇന്ന് വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുമരകം റോഡിലേക്ക്, കോട്ടയത്ത് നിന്ന് കുമരകത്തേക്കുള്ള റോഡിലേക്കുള്ള ഗതാഗതം അത് സൂക്ഷിക്കണം. അത് പലയിടത്തും ഇപ്പം രാവിലെ നമ്മൾ താഴത്തങ്ങാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്, അവിടെ വെള്ളം കയറി കിടക്കുകയാണ്. അതല്ലാതെ അപ്പുറത്ത് ഇല്ലിക്കലും ഒക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഏതാണ്ട് എല്ലായിടത്തും വെള്ളത്തിൻ്റെ ശല്യം വലിയ ദുരിതമായി നിൽക്കുന്നു. MC റോഡിലാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലാണ്, അതായത് തിരുമൂലപുരത്തൊക്കെ ഇന്നലെ രാത്രി തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അത് ഈ മണിമലയാറ്റ്, അത് കോട്ടയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. മണിമലയാറ്റിലെ വെള്ളത്തിൻ്റെ സാഹചര്യമായിരുന്നു അത്. അപ്പോൾ അവിടെ അങ്ങനെ ദുരിതമുണ്ട്. അങ്ങനെ പൊതുവെ ബാക്കി MC റോഡിൽ ഇവിടെ പറയത്തക്ക പ്രശ്നങ്ങളില്ല. നിലവിൽ അങ്ങ് ബാക്കി KK റോഡിലും, അതായത് കോട്ടയം കുമളി റോഡിലും നിലവിൽ ഇതുവരെ ഞാൻ ഈ ലൈവ് നിൽക്കുന്നതിന് മുമ്പ് വരെ കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ മേഖലയിലാകെ ഉള്ള ഒരു ദുരിതം, അത് ഈ ആളുകൾ ഇപ്പോഴും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള ആ ഒരു ശ്രമം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സജിത്ത്. യെസ്.